ഭാരതത്തിലെമ്പാടും ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമ ആഘോഷിക്കുകയാണ്. വേദവ്യാസ മഹർഷിയെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായാണ് സങ്കല്പിക്കുന്നത്. വേദവ്യാസ മഹർഷി ജനിച്ചത് ആഷാഢമാസത്തിലെ പൗർണമി നാളിലായിരുന്നു. അതുകൊണ്ടാണ് ആഷാഢമാസത്തിലെ പൂർണിമയെ വ്യാസപൂർണിമയായും ഗുരുപൂർണിമയായും ഭാരതീയർ ആചരിക്കുന്നത്. വേദങ്ങളെ നാലായി വ്യസിച്ചതുകൊണ്ട്, അതായത് ക്രോഡീകരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് ലഭിച്ചത്. കറുത്ത നിറമുള്ളതുകൊണ്ട് കൃഷ്ണനെന്നും ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ എന്നും ചേർത്ത് കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു വേദവ്യാസന്റെ ആദ്യ നാമം. ബദരി വനത്തിൽ തപസ്സനുഷ്ഠിച്ചതിനാൽ ബാദരായണൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. പഞ്ചമവേദമായ മഹാഭാരതവും ഭക്തിപ്രധാനമായ ഭാഗവതവും വേദവ്യാസൻ രചിച്ചതാണ്. ഉപനിഷത്തുക്കളിലെ തത്വങ്ങൾ ക്രോഡീകരിച്ച് വ്യാസമഹർഷി നിർമ്മിച്ച ബ്രഹ്മസൂത്രം വേദാന്ത ദർശനത്തിലെ 3 അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. സ്വന്തം ഗുരുവിനോടും ഗുരുപരമ്പരയോടും മഹാത്മാക്കളോടും വയോധികരോടുമൊക്കെയുള്ള ആദരവും ഭക്തിയും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. വ്യക്തിയെ പരമാത്മജ്ഞാനത്തിലേക്കും ഈശ്വരപ്രാപ്തിയിലേക്കും നയിക്കുന്ന ആഘോഷമാണ് ഗുരുപൂർണിമ. വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ശ്രദ്ധയുടെയും ഉത്സവമാണ് ഗുരുപൂർണിമ. ഈശ്വരാന്വേഷണം മനുഷ്യനിലുള്ള കാലത്തോളം ഗുരുക്കന്മാരെയും ബ്രഹ്മജ്ഞാനികളെയും ആദരിച്ച് ആരാധിക്കുമെന്ന സന്ദേശമാണ് ഗുരുപൂർണിമ നൽകുന്നത്.